നാളും ഗാസയെ ചുട്ടെരിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് അമേരിക്ക ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. മുസ്ലിം രാജ്യങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇസ്രായേലിനെ അനുനയിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കുകയാണ് ട്രംപ്. പതിവ് പോലെ വാക്ക് തെറ്റിച്ചാൽ ഇനിയും ഇസ്രായേൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ അതേപടി അംഗീകരിച്ചു കൊടുക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങൾക്കാകില്ല എന്നത് കൃത്യമായിട്ട് ട്രംപിനറിയാം. മാത്രവുമല്ല, അമേരിക്കയെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി മുസ്ലിം നാറ്റോ എന്ന സൈനിക സഖ്യം രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇറാനും അതുപോലെ ഈജിപ്തും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് അമേരിക്ക ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടങ്ങിയത്. എന്താണ് ഫലസ്തീൻ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചത്? വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തുകയാണോ? നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. അതിനു മുൻപ് നിങ്ങളുടെ ഈ വിഷയത്തിലെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ അമേരിക്കൻ നിലപാടിൽ വന്ന ശ്രദ്ധേയമായ മാറ്റം ആഗോളതലത്തിൽ വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികൾക്ക് ശക്തമായ പിന്തുണ നൽകിയ അമേരിക്ക ഇപ്പോൾ ഒരു വെടിനിർത്തലിനായി ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ താൽപര്യങ്ങളെ സംരക്ഷിക്കുമ്പോഴും എന്തുകൊണ്ട് വാഷിംഗ്ടൺ ഇത്തരമൊരു നിർബന്ധിത തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം തന്നെയാണ്. ഗാസയിലെ മനുഷ്യ ദുരന്തം അഭൂതപൂർവ്വമിതം വർദ്ധിച്ചതാണ് അമേരിക്കയുടെ നിലപാട് മാറ്റത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ആശുപത്രികൾ, അതുപോലെ സ്കൂളുകൾ, അഭയാർത്ഥി കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കപ്പെട്ടതും ആയിരക്കണക്കിന് സാധാരണക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതും ലോകമെമ്പാടും വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം വന്നതോടെയാണ് അമേരിക്ക ചുവട് മാറ്റേണ്ടി വന്നത്. അന്താരാഷ്ട്ര നിയമലംഘന ആരോപണങ്ങളാണ് അടുത്തത്. ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിലും നിയമ നടപടികൾക്കുള്ള സാധ്യതകൾ ഉയർന്നു വന്നത് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. അടുത്തത് സഖ്യകക്ഷികൾക്കുള്ള തന്നെ അതൃപ്തിയാണ്. അതായത് പരമ്പരാഗത സഖ്യകക്ഷികളായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ യുദ്ധരീതികളെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അമേരിക്കയുടെ അമിതമായ പിന്തുണ ഈ രാജ്യങ്ങളുടെ ബന്ധത്തിലും വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് UN-ലെ ഒറ്റപ്പെടലാണ്. അതായത് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയങ്ങളെ തുടർച്ചയായി വീറ്റോ ചെയ്തത് അമേരിക്കയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അടുത്തത് ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ വെല്ലുവിളികൾ ഇതിനെ തുടർന്നുണ്ടായിട്ടുണ്ട്. അതായത് യുദ്ധത്തോടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനം അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, യുവജനങ്ങളുടെയും അതുപോലെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും ശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയിലെ യുവ വോട്ടർമാരും അതുപോലെ ഫലസ്തീൻ അനുകൂല പ്രസ്ഥാനങ്ങളും ഇസ്രായേലിനുള്ള പിന്തുണയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇത് ട്രംപിനെ വല്ലാതെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് വീണ്ടും നടക്കും. അപ്പോൾ പ്രധാന ഡെമോക്രാറ്റിക് വോട്ടർമാർക്കിടയിലും അറബ് അമേരിക്കൻ സമൂഹങ്ങൾക്കിടയിലുമുള്ള അതൃപ്തി പരിഹരിക്കേണ്ടത് വൈറ്റ് ഹൗസിന് അത്യാവശ്യമായിട്ട് വരികയാണ്. വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ ഈ അതൃപ്തി ലഘൂകരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. പ്രാദേശിക സ്ഥിരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അത് ഉറപ്പാക്കാനുള്ള താല്പര്യം ഇതിലുണ്ട്. സംഘർഷം ഗാസയിൽ ഒതുങ്ങി നിൽക്കാതെ ലെബനൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വർദ്ധിച്ചതും ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണം വ്യാപകമായതും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. അത്തരമൊരു യുദ്ധം തടയേണ്ടത് അമേരിക്കയുടെ തന്ത്രപരമായ ആവശ്യമായിട്ട് മാറുകയാണ്. ഇതിൽ പ്രധാനമായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ദികളുടെ മോചനമാണ്. ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യം സൈനിക നടപടിയിലൂടെ മാത്രം സാധ്യമല്ലെന്ന് വ്യക്തമായതോടെ നയതന്ത്രപരമായ വെടിനിർത്തൽ ചർച്ചകൾ അനിവാര്യമായി തുടങ്ങി. ബന്ദികളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് അമേരിക്കയ്ക്ക് നിർബന്ധമായി. ഗാസയിലെ സൈനിക വിജയം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിന്റെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ പരിഹാരമില്ലാതെ സാധ്യമല്ലെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു എന്നതും നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹമാസിനെ ഇനി നീക്കം ചെയ്താൽ പോലും ഗാസയുടെ ഭരണം ആര് ഇനി ഏറ്റെടുക്കും എന്നതിനെക്കുറിച്ച് ഇസ്രായേലിന് പോലും വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. ഫലസ്തീൻ അതോറിറ്റിക്ക് അധികാരം കൈമാറാനുള്ള ഏക സാധ്യത ഒരു രാഷ്ട്രീയ പരിഹാര ചട്ടക്കൂടിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ട്രംപ് എന്ന് പറയുന്നത് എപ്പോഴും മാധ്യമങ്ങളിൽ സജീവമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ സമാധാന ശ്രമങ്ങൾ തൻ്റെ ഒരു ഹീറോയിക് പരിവേഷമായിട്ട് കാണാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാകില്ല. അതായത് ഈ വെടിനിർത്തൽ നിർബന്ധമാക്കാനുള്ള തീരുമാനം യുദ്ധം അവസാനിപ്പിച്ച് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നിടുന്ന പുതിയ സമാധാന പദ്ധതിക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന തങ്ങളുടെ തത്വത്തിൽ മാറ്റമില്ലെങ്കിലും ആഗോള, ആഭ്യന്തര, പ്രാദേശിക തലങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങളുടെ ഫലമാണ് അമേരിക്കൻ നിലപാടിലെ ഈ മാറ്റം. ഗാസയിലെ നരഹത്യ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ
അമേരിക്കയുടെ വിശ്വാസ്യതയെ തകർക്കുന്നതിലും പ്രാദേശികമായി സംഘർഷം വ്യാപിപ്പിക്കുന്നതിലും ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തിരിച്ചടി നേരിടുന്നതിലും എത്തിച്ചേർന്നതോടെ ഇസ്രായേലിന്മേലുള്ള തങ്ങളുടെ നയതന്ത്ര സ്വാധീനം വെടിനിർത്തൽ നടപ്പിലാക്കാൻ അമേരിക്ക ഉപയോഗിക്കുകയായിരുന്നു. അതായത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിലൂടെ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ വെടിനിർത്തലിന് നിർബന്ധിതമാക്കുന്നതിലൂടെ ലഭിക്കുന്ന നയതന്ത്ര വിജയത്തെക്കാൾ വലുതായി തീർന്നിരിക്കുന്നു. വൈറ്റ് ഹൗസിൽ ധാരണയായി ഈ പദ്ധതി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഹമാസിനെ നശിപ്പിക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്ന് ഇരു നേതാക്കളും മുന്നറിയിപ്പ് നൽകി. ട്രംപ് ഇതിനെ സമാധാനത്തിനുള്ള ചരിത്ര ദിനം എന്നാണ് വിശേഷിപ്പിച്ചത്. സമാധാനത്തിനുള്ള വ്യവസ്ഥകളിലേക്ക് നേരാം. പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയൊക്കെയാണ്. ഉടനടിയുള്ള വെടിനിർത്തലാണ് ഫസ്റ്റത്തത്. അതായത് സൈനിക നടപടി ഉടൻ തന്നെ അവസാനിപ്പിക്കണം. ഘട്ടം ഘട്ടമായുള്ള പിൻവലിക്കലുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ നിലവിലുള്ള യുദ്ധരേഖകൾ മരവിപ്പിക്കും. രണ്ടാമത്തത് ബന്ദി കൈമാറ്റമാണ്. 72 മണിക്കൂറിനുള്ളിൽ മരിച്ചതായി കരുതുന്ന 20 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം. ഇതിന് പകരമായി 100 കണക്കിന് തടവിലാക്കപ്പെട്ട ഗാസ നിവാസികളെ ഇസ്രായേലും വിട്ടയക്കും. കൂടാതെ ഒരു ഇസ്രായേലി ബന്ദിയുടെ ഭൗതികാവശിഷ്ടത്തിന് പകരമായി 15 ഗാസ നിവാസികളുടെ ഭൗതികാവശിഷ്ടങ്ങളും ഇസ്രായേൽ കൈമാറും. ഹമാസിന്റെ നിരായുധീകരണമാണ് മറ്റൊരു കാര്യം. ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുകയും അവരുടെ തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും നശിപ്പിക്കുകയും ചെയ്യണം. അടുത്തത് മാനുഷിക സഹായമാണ്. ഇരുപക്ഷവും നിർദ്ദേശം അംഗീകരിച്ചാലുടൻ പൂർണ്ണ സഹായം ഗാസ മുനമ്പിലേക്ക് അയക്കുക തന്നെ വേണം. ഇസ്രായേലിന്റെ പിൻവാങ്ങലാണ് മറ്റൊരു കാര്യം. ഇസ്രായേൽ ഗാസ പിടിച്ചടക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നില്ല. കാലക്രമേണ അവരുടെ സൈന്യം പ്രദേശത്ത് നിന്ന് ഘട്ടം ഘട്ടമായി പിൻവാങ്ങും. ഗാസയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതി ഭരണത്തിന് വ്യക്തമായ ഒരു രൂപരേഖ നൽകേണ്ടതുണ്ട്. നേരിട്ടോ പരോക്ഷമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലോ ഗാസ ഭരിക്കുന്നതിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാകരുതെന്നും ഇതിൽ പറയുന്നുണ്ട്. പുതിയ ഭരണകൂടം നിലവിൽ വരിക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ട്രംപ് നേതൃത്വം നൽകുന്ന ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര പരിവർത്തന സംഘടനയുടെ മേൽനോട്ടത്തിൽ ഒരു സാങ്കേതിക വിദ്യാപരവും അരാഷ്ട്രീയവുമായ ഫലസ്തീൻ കമ്മിറ്റി താൽക്കാലികമായി ഭരണം നടത്തും. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ ടോണി ബ്ലെയർ ഭരണസമിതിയുടെ ഭാഗമാകും. ഗാസയുടെ പുനർനിർമ്മാണം വലിയൊരു ദൗത്യം തന്നെയാണ്. ഗാസ പുനർനിർമ്മിക്കാനുള്ള സാമ്പത്തിക വികസന പദ്ധതിക്ക് മുൻതൂക്കം നൽകണം. ഈ പദ്ധതി ഒരു അന്തിമ ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള വാതിലാണ് തുറന്നിടുന്നത്. ഹമാസിന്റെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ച് അറിവുള്ള ഫലസ്തീൻ വൃത്തങ്ങൾ വഴി അമേരിക്കയുടെ നിർദ്ദേശം ദോഹയിലെ ഹമാസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുന്ന ഏത് നിർദ്ദേശവും പഠിക്കാൻ തയ്യാറാണെന്നാണ് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ BBC-യോട് പറഞ്ഞത്. ഏതൊരു കരാറും ഫലസ്തീൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ പൂർണ്ണമായ പിൻവാങ്ങൽ ഉറപ്പാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും ഹമാസ് ഊന്നി പറഞ്ഞു. ആയുധ പ്രശ്നത്തിൽ ശക്തമായ നിലപാടും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആയുധങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഹമാസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അധിനിവേശം തുടരുന്നിടത്തോളം കാലം ചെറുത്തുനിൽപ്പിന്റെ ആയുധങ്ങൾ ഒരു ചുവന്ന വരയായിരിക്കും. 1967 അതിർത്തികളിൽ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് ഉറപ്പാക്കുന്ന രാഷ്ട്രീയ പരിഹാരത്തിന്റെ ചട്ടക്കൂടിൽ മാത്രമേ ആയുധ പ്രശ്നം ചർച്ച ചെയ്യാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ സന്തോഷകരമായ വാർത്തയ്ക്ക് നിരവധി പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങളിലേക്ക് കടക്കാം. ഫലസ്തീൻ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രമങ്ങളെ ആത്മാർത്ഥവും ദൃഢനിശ്ചയവും എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും അമേരിക്കയുമായും പ്രാദേശിക പങ്കാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ പ്രതിബദ്ധത അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് പദ്ധതിയെ സ്വാഗതം ചെയ്യുകയും ഹമാസ് ആയുധങ്ങൾ താഴെ വെച്ച് ബന്ദികളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ ഈ നീക്കത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണ് നിർദ്ദേശത്തെ പ്രശംസിക്കുകയും ദുരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കി ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചർച്ചകൾ ഈ ഘടകങ്ങൾ വഴിയൊരുക്കുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റ് സംഭവങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. നെതന്യാഹുവിന്റെ UN വിമർശനമാണ് ഇതിലേറെ പ്രധാനപ്പെട്ടത്. അതായത് പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് UN പൊതുസഭയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച പാശ്ചാത്യ രാജ്യങ്ങളെ നെതന്യാഹു നാണക്കേടിന്റെ സൂചന എന്ന് വിശേഷിപ്പിച്ച് ആക്രമിച്ചിരുന്നു. പ്രസംഗത്തിനിടെ ഡസൻ കണക്കിന് ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും ഇറങ്ങിപ്പോയതും ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ വിഷയത്തിലുണ്ടായിരുന്ന ട്രംപിന്റെ നിരാശയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ട്രംപിന്റെ പൊതുവായ പിന്തുണ നെതന്യാഹുവിനുണ്ട് എങ്കിലും അടുത്തിടെ ഖത്തറിൽ ഹമാസ് അംഗങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ട്രംപ് നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ട്രംപ് പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണമായിരുന്നു എന്ന് നമുക്ക് പറയാനാകില്ലെങ്കിൽ പോലും പക്ഷേ അതിൻ്റെ ഒരു ആഘാതം വലിയ രീതിയിൽ അമേരിക്കയും അതുപോലെ തന്നെ ഖത്തർ അമേരിക്ക ബന്ധത്തിനെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിൽ ഒരു ഖത്തറി സൈനികൻ കൊല്ലപ്പെട്ടതിൽ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയോട് ഖേദം പ്രകടിപ്പിക്കുകയും വേണ്ടി വന്നു. എന്തായാലും 2 വർഷമായിട്ട് നിന്നിരുന്ന, അതായത് മനുഷ്യരാശിയെ മുഴുവൻ പിടിച്ചു കുലുക്കിയ 2 വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നത് വലിയ സന്തോഷകരമായ വാർത്ത തന്നെയാണ്. പക്ഷേ ഇവിടെ കളിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ആയതുകൊണ്ട് തന്നെ എത്രത്തോളം അത് ശാശ്വതമാണ് അല്ലെങ്കിൽ എത്രത്തോളം സമാധാനപരമാണ് എന്ന കാര്യത്തിൽ നമുക്കിതൊരു വ്യക്തത വന്നിട്ടില്ല. ഈ വെടിനിർത്തൽ പ്രാബല്യത്തിലെത്തുകയും അതുപോലെ ഫലസ്തീൻ ജനതയ്ക്ക് ഇനിയുള്ള നാളുകളിൽ സമാധാനം ലഭിക്കണമെന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കാനും അതുപോലെ പ്രാർത്ഥിക്കാനും ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.